തുടരുന്നു. 23 വയസ്സുകാരിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്താനാണ് തീരുമാനം. രാഹുലിന്റെ സുഹൃത്ത് ഫെനിക്കെതിരെ ഉടൻ കേസെടുത്തേക്കില്ല. വയസ്സുകാരി നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗം കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇത് പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ തീരുമാനിച്ചത്. യുവതിയോട് രാഹുൽ വിവാഹ വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നീട് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് യുവതിയെ രാഹുൽ ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ വെച്ച് മുറിയിൽ പൂട്ടിയിട്ട ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു. മാനസികമായി തളർന്ന യുവതിയെ പിന്നീട് ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു. വീടിനടുത്ത കാറുമായി വന്ന് കൂടെ വരാൻ നിർബന്ധിക്കുകയും ചെയ്തു. രാഹുൽ അതിജീവിതയോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച പോലീസ് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞു വെക്കുക തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനെതിരെ യുവതിയുടെ മൊഴിയിൽ ഗുരുതര പരാമർശങ്ങളില്ല. ഹോം സ്റ്റേയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയ വാഹനം ഓടിച്ചിരുന്നത് ഫെന്നിയാണെന്ന് മാത്രമാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി. ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഫെന്നിക്കെതിരെ പോലീസ് കേസെടുക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്നാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നിർദ്ദേശം. ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. ഇടവേള.